ലോകമിപ്പോൾ പ്രതിസന്ധിയിലാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യം ഇപ്പോൾ ഓരോ രാജ്യത്തെയും സാരമായി തന്നെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. യുദ്ധത്തെ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധി ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തെയാണ്. ഇതിൽ ഏറ്റവും അധികം പണികിട്ടിയിരിക്കുന്നത് എണ്ണയുടെ കയറ്റുമതിയെയും ഇറക്കുമതിയെയുമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ പ്രതിസന്ധി ബാധിച്ചു. ഇന്ത്യയിൽ അധികവും LPG ക്ഷാമമാണ് രൂക്ഷം. ഈ ബുദ്ധിമുട്ടുകളെ എല്ലാം മറികടക്കുന്നതിനായി വിവിധ രാജ്യങ്ങൾ പല തന്ത്രങ്ങളും സ്വീകരിച്ചു വരികയാണ്. ആഗോള എണ്ണ വിപണിയിലെ പ്രതികൂല സാഹചര്യത്തെ മറികടക്കാൻ സൗദി അറേബ്യ വ്യത്യസ്തമായൊരു മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണം തുടർച്ചയായ അസംസ്കൃത എണ്ണ കയറ്റുമതി ഉറപ്പാക്കാൻ ഒരു പുതിയ തന്ത്രം സ്വീകരിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. ഈ തന്ത്രത്തിന്റെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ ബഹ്രി ധാരാളം എണ്ണ ടാങ്കറുകൾ ചാർട്ടർ ചെയ്യാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം കമ്പനി അടുത്തിടെ കുറഞ്ഞത് 6 വലിയ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ എങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. സൗദി അറേബ്യയിലെ പടിഞ്ഞാറൻ തുറമുഖമായ യാൻബുവിൽ നിന്ന് മറ്റ് വിപണികളിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ കപ്പലുകൾ ഉപയോഗിക്കുക. ടാങ്കർ കൂടുതൽ തോതിൽ വാങ്ങുമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടപാടുകൾ ഉയർന്നു വന്നേക്കാമെന്നും സമുദ്ര വിദഗ്ധർ വിലയിരുത്തുന്നു. നിലവിൽ യുദ്ധം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് സൗദി അറേബ്യ ഇപ്പോൾ ചെങ്കടലിലേക്കുള്ള എണ്ണ കയറ്റുമതി ഒരു ആന്തരിക പൈപ്പ് ലൈൻ വഴി തിരിച്ചുവിടാനും അവിടെ നിന്ന് കയറ്റുമതി അയക്കാനും ശ്രമിക്കുന്നു. ഇതുവഴി മറ്റ് രാജ്യങ്ങളിലേക്ക് എണ്ണ എത്തിക്കാനും സാധിക്കുമെന്നത് വലിയൊരു ആശ്വാസമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ മാർഗങ്ങളിൽ ഒന്നാണ് ഈ കടലിടുക്ക്. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. എന്നാൽ യുദ്ധം മൂലമുണ്ടായ തടസ്സം എണ്ണ വിലയിൽ കുത്തനെയുള്ള വിലവർധനവിന് കാരണമായി. ക്രൂഡ് ഓയിൽ വില ഈ ആഴ്ച പലതവണ ബാരലിന് $100 മുകളിൽ ഉയർന്നിട്ടുണ്ട്. അതേസമയം തന്നെ ടാങ്കർ വാടക നിരക്കുകളും റെക്കോർഡ് നിലയിലെത്തി. ബഹ്റി കമ്പനി ചാർട്ടർ ചെയ്ത ടാങ്കറുകൾക്ക് ഏകദേശം 450 വേൾഡ് സ്കെയിൽ പോയിന്റുകളുടെ നിരക്കാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുണ്ട്. ഇതിനർത്ഥം ഒരു ടാങ്കറിന്റെ വാടക നിരക്ക് പ്രതിദിനം $450,000 കൂടുതലാണ് എന്നാണ്. യുദ്ധത്തിന് മുമ്പ് എണ്ണ ടാങ്കർ വ്യവസായത്തിലെ പരമാവധി വാടക നിരക്ക് പ്രതിദിനം 3 ലക്ഷം മാത്രമായിരുന്നു. അതിനാൽ നിലവിലെ നിരക്കുകൾ ചരിത്രപരമായ തലങ്ങളിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. ബ്ലൂംബർഗ് ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ അനുസരിച്ച് സിംഗപ്പൂരിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള എണ്ണ ടാങ്കറുകളുടെ ഒരു വലിയ കൂട്ടം ഇതിനകം തന്നെ യാൻബു തുറമുഖത്ത് നിന്ന് നീങ്ങുന്നുണ്ട്. ഇതിൽ കുറഞ്ഞത് 24 കപ്പലുകളെങ്കിലും ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും ഏത് കമ്പനിയാണ് ഈ കപ്പലുകളെല്ലാം ചാർട്ടർ ചെയ്തതെന്ന് ഉടൻ വ്യക്തമാകില്ല. സൗദി അറേബ്യയുടെ കിഴക്കൻ എണ്ണപ്പാടങ്ങളെ ചെങ്കടൽ തീരവുമായി ബന്ധിപ്പിക്കുന്ന ഏകദേശം 1200 കിലോമീറ്റർ നീളമുള്ള രാജ്യത്തിന് ഉള്ളിൽ എണ്ണ കൊണ്ടുപോകുന്ന ഒരു പ്രധാന പൈപ്പ് ലൈൻ ഉടൻ തന്നെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുമെന്ന് സൗദി അരാംകോ മേധാവി സൂചിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ പൈപ്പ് ലൈനിന് പ്രതിദിനം ഏകദേശം 7 ദശലക്ഷം ബാരൽ എണ്ണ വിതരണം ചെയ്യാനുള്ള ശേഷിയുണ്ട്. എന്നിരുന്നാലും ഈ എണ്ണയുടെ ഏകദേശം 2 ദശലക്ഷം ബാരൽ സൗദി അറേബ്യയുടെ ആഭ്യന്തര ശുദ്ധീകരണശാലകളിലേക്കും അയക്കും. ഇതിനർത്ഥം ചെങ്കടലിലൂടെയുള്ള എണ്ണ കയറ്റുമതി വർദ്ധിക്കുന്നതിന് സൗദി അറേബ്യയ്ക്ക് കാര്യമായ ആശ്വാസം നൽകുമെങ്കിലും ഹോർമൂസ് കടലിടുക്കിന് ഇത് പൂർണ്ണമായും നഷ്ടപരിഹാരം നൽകില്ല എന്നാണ്. മേഖലയിലെ സംഘർഷങ്ങൾ ദീർഘകാലം തുടർന്നാൽ ആഗോള ഊർജ്ജ വിപണിയിലെ അസ്ഥിരത വർദ്ധിക്കും. എണ്ണ വിതരണം നിലനിർത്തുന്നതിനുള്ള ഒരു പ്രധാന ശ്രമമായാണ് സൗദി അറേബ്യയുടെ ഈ നീക്കത്തെ കണക്കാക്കപ്പെടുന്നത്. അതേസമയം തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾക്ക് നേരെ ഒരു ആക്രമണവും നടത്തില്ല എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. 40,000 മെട്രിക് ടണ്ണിലധികം LPG വഹിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ കപ്പൽ ശിവാലിക് ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് യാത്ര തിരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ സുരക്ഷാ അകമ്പടിയോടെയാണ് കപ്പൽ ഈ തന്ത്രപ്രധാന പാത കടക്കുന്നത്. മേഖലയിലെ സംഘർഷാവസ്ഥ പരിഗണിച്ച് കപ്പലിന് സുരക്ഷിത പാത ഒരുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന നേരിട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശിവാലിക്കിന് പിന്നാലെ അടുത്ത 6 മണിക്കൂറിനുള്ളിൽ മറ്റൊരു LPG കപ്പൽ കൂടി യാത്ര തിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ധന ഇറക്കുമതി തടസ്സപ്പെടാതിരിക്കാൻ ഘട്ടം ഘട്ടമായാണ് ഇന്ത്യ കപ്പലുകളെ പുറത്തെത്തിക്കുന്നത്. ആഗോള എണ്ണവാതക നീക്കത്തിന്റെ 20% നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കപ്പലുകളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി ഇറാനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ നീക്കം ആരംഭിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആവശ്യത്തിന് ഇന്ധനശേഖരമുണ്ടെന്നും LPG ക്ഷാമത്തെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
എണ്ണ വിതരണത്തിലും ഇത്തരത്തിൽ പല പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സൗദി സ്വീകരിച്ചതുപോലെ തന്നെ ഇന്ത്യയും ഈ ഘട്ടത്തെ തരണം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യുമോ എന്നത് കണ്ടു തന്നെ അറിയാം.